വാട്ട്സ് അപ്പ് ഗായ്സ് എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിപ്പ് റിലേറ്റഡോ അല്ലെങ്കിൽ എക്സസൈസ് റിലേറ്റഡോ ആയിട്ടുള്ള വീഡിയോസ് ഒന്നല്ല. എനിക്കറിയാം ഞാൻ വീഡിയോസ് ഇടാനായിട്ട് കുറേ ലേറ്റ് ആവുന്നുണ്ട്, ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് മുന്നേ ആയിട്ട് ഒരു അരിമ്പാറ പൊന്തി വന്നു കഴുത്തിൽ. പിന്നെ അത് പതിയെ പതിയെ മുഖത്തേക്ക് പകരാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ടും അവർ പലതരത്തിലുള്ള ബൊറാക്സിൻ പോലുള്ള ഓയിൻമെൻറ്റുകളൊക്കെ തന്നു. ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് പുരട്ടി നോക്കി. ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പോകും. പിന്നെ അതേപോലെ തന്നെ വീണ്ടും അത് വരാനായിട്ട് തുടങ്ങി. ഏകദേശം 1.5 വർഷത്തോളമായി അതങ്ങനെ കളിക്കുന്നു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ട് കരീച്ച് കളയാനായിട്ട് നോക്കുമ്പോഴാണ് കൊറോണയും അങ്ങനത്തെ സ്ഥിതികളൊക്കെ ഒക്കെ വന്ന് ആകെ അലമ്പായി. അപ്പോൾ ഞാൻ ആമസോണിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ റിമൂവർ എന്ന് അടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് അതിനകത്ത് എക്യുപ്മെന്റ് കിട്ടി. ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്നലെ എൻ്റെ കഴുത്തിലുള്ള അരിമ്പാറ ഞാൻ കരിയിച്ച് കളഞ്ഞു. വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റിനുള്ളിൽ ഞാനിത് കരിയിച്ച് കളഞ്ഞു. എൻ്റെ 1.5 വർഷത്തെ തെരച്ചിലായിരുന്നു ഈ വെറും 1 മിനിറ്റ് കൊണ്ട് ഞാനത് കരിയിച്ച് കളഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ള പേഷ്യൻസിന്, അതായത് അരിമ്പാറ, കെടുമ്പ് പോലെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ എക്വിപ്മെന്റ് ഉപയോഗിക്കേണ്ട രീതി, എങ്ങനെയാണ് കരിയിച്ച് കളയേണ്ട രീതി എന്നുള്ളത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ബോക്സിലാണ് നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇത് തുറന്നു കഴിഞ്ഞാൽ 3 എക്യുപ്മെൻ്റ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റ്, പിന്നെ അത് ചാർജ് ചെയ്യാനുള്ള കേബിള്, പിന്നെ അതിൽ കണക്ട് ചെയ്യാനുള്ള നീഡിലും, അതായത് സൂചി. ഓൾറെഡി ഞാൻ ഇതിനകത്തൊരു നീഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇന്നലെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കഴുത്തിലുള്ള അരിമ്പാറ കരിയിച്ച് കളയാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. പ്രൊഡക്റ്റിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 3 ഇൻഡിക്കേറ്റേഴ്സും പിന്നെ 2 സ്വിച്ചസുമാണ് വരുന്നത്. ഇതിലൊന്ന് പവർ ഓഫ് ബട്ടണാണ്, പവർ ഓൺ ബട്ടണുമാണ്. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് അമർത്തി പിടിച്ച് ഒരു 5 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഇവിടെ റെഡ് ഇൻഡിക്കേറ്റർ കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഇത് പവർ ഓൺ ആണ്. പിന്നെ ഇവിടെ 1 2 3 എന്ന് എഴുതിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ 1 എന്ന് പറയുന്നത് ചെറിയ ഹീറ്റും 3 എന്ന് പറയുന്നത് ഹൈ ഹീറ്റുമാണ്. അതായത് കരിയിച്ച് കളയുമ്പോൾ ഇതിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണിത്. പിന്നെ ഇവിടെ ആയിട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ട്. ഈ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മളിത് കരിയിച്ച് കളയുന്നത്. അതായത് ഈ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നീഡിൽ ചൂടാവുകയുള്ളൂ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് അരിമ്പാറ കരിഞ്ഞു പോവുള്ളൂ. അത് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ട് ഇതിവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള ഇൻഡിക്കേറ്റർ ഗ്രീനായി മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഉപകരണം എങ്ങനെയാണ് ഇതിന് നീഡിൽ കണക്ട് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് നീഡിലിൻ്റെ ഒരു പാക്ക് എടുക്കാം. ഈ പാക്കിൽ നമുക്ക് 5 നീഡിൽസ് കാണാനായിട്ട് പറ്റും. 5 നീഡിൽസും പിന്നെ 2 അഡാപ്റ്ററും കൂടിയാണുള്ളത്. അതായത് ഈ നീഡിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള 2 അഡാപ്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നീഡിൽ കണക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അഡാപ്റ്റർ എടുക്കാം. ഇതാണ് ഇതിൻ്റെ നീഡിൽ പാക്കേജ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൽ നമുക്ക് 2 അഡാപ്റ്റേഴ്സാണ് വരുന്നത്. ഇതിൽ വലിയ അഡാപ്റ്റർ എന്ന് പറയുന്നത് വലിയ വലിയ അരിമ്പാറകളും ഇതൊക്കെ ഡയറക്റ്റായിട്ട് കരിയിച്ച് കളയാനായിട്ടുള്ളതാണ്. ഈ ചെറുതെന്ന് പറയുന്നത് നമുക്ക് നീഡിൽ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്ററാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെറുത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നീഡിലൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ എക്യുപ്മെൻറ്റേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോൾ ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഈ ഹോളിലേക്ക് നമ്മുടെ സൂചി നമ്മളൊന്ന് ഇറക്കി വെക്കുകയാണ്. നമ്മൾ നീഡിൽ ഞാൻ എടുത്തിട്ടുണ്ട്, കയ്യിലുണ്ട്. അപ്പോൾ ഈ നീഡിൽ ഞാനൊന്ന് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. അത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അഡാപ്റ്റർ ഒന്ന് ഇതിനകത്തേക്ക് കയറ്റി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കയറ്റിയതിന് ശേഷം നമ്മൾ നൈസായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഫിക്സായി. നമ്മൾ ഈ ഔട്ട് എന്നുള്ള സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡിക്കേറ്ററായിട്ട് ഗ്രീൻ കളർ കാണാം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്യാം. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇനി നമ്മൾ നൈസായിട്ടൊന്ന് ഞെക്കി കൊടുത്താൽ ഇവിടെ പച്ച കളറായിട്ട് കാണാം. ഈ പച്ച കളർ ആകുമ്പോൾ ഈ നീഡിൽ ഇവിടെ ഹീറ്റായിട്ടുണ്ടാവും. ഹീറ്റായി നേരെ അരിമ്പാറയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. ഇനി അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇതാണ് അരിമ്പാറ. എനിക്ക് കരിയിച്ച് കളയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഉണ്ടല്ലേ,
നല്ല പുക. അതിൻ്റെ കണ്ണിൻ്റെ മുകളിലൊരു പാട പോലെ. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ ഞാൻ ക്യാമറ നോക്കി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫോക്കസിങ് പ്രശ്നം വരുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് സൂചി, എൻ്റെ അരിമ്പാറ ഫോക്കസ് ആവുന്ന സമയത്ത് സൂചി ഫോക്കസ് ആവുന്നില്ല. അപ്പോൾ അത് കാണാത്തതുകൊണ്ട് കറക്റ്റായിട്ട് തൊടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒന്നാമത് അരിമ്പാറയുടെ തൊട്ട് മുകളിലായിട്ട് എൻ്റെ കണ്ണുണ്ട്, അറിയാതെ കണ്ട് തട്ടിപ്പോയ പണി പാളും. അപ്പോൾ ഞാൻ പോയിട്ട് കരിയിച്ചിട്ട് ആഫ്റ്റർ കരിയിച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ? അപ്പോൾ ഗൈസ്, ഞാനത് കണ്ണാടിയിൽ നോക്കി കരിയിച്ചു. ഇത് ഒരു മുറിവിൻ്റെ, അതായത് നമ്മുടെ സ്കിൻ സെൽസ് നമ്മൾ കത്തിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊരു മുറിഞ്ഞ ഒരു മുകളിലുള്ള ആ പാളി ഒന്ന് മുറിഞ്ഞതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഏകദേശം ഒരു 1 വീക്ക് ടൈം എടുക്കും അത് നോർമൽ സ്കിന്നിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മുകളിലുള്ള ആ ലെയർ നമ്മൾ മാറ്റിയ ആ ഒരു രീതിയാണ് കാണുന്നത്. ഇത് ഏകദേശം 1 വീക്ക് സമയം എടുക്കും ഒരു നോർമൽ സ്കിന്നിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ 1 വീക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റുന്നതാണ്. 1200, 1100 ഇതിനുള്ളിലാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഒറ്റയ്ക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. എസ്പെഷ്യലി എൻ്റെ മുഖത്താണുള്ളത്. അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ, അതായത് നമ്മുടെ അരിമ്പാറയുടെ തൊട്ട് മുകളിൽ കണ്ണുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 1.5 വർഷത്തോളമായി യൂട്യൂബിലും പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഇത് ഒരുപാടായിട്ട് അന്വേഷിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖത്താണ്. അത് വല്ലാത്തൊരു ബോറിംഗ് ആയിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ അത് ഞാൻ ഓൾറെഡി കരിയിച്ച് കളഞ്ഞു. ഇനി 1 വീക്ക് സമയം എടുത്തു കഴിഞ്ഞാൽ അത് നോർമൽ സ്കിന്നിലേക്ക് തന്നെ മാറും. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് വെയിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ വേണേൽ ഒരു പിക്ചർ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഉടനെ വരുന്നതാണ്. ട്യൂട്ടോറിയൽസിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ കീപ് സബ്സ്ക്രൈബിങ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ബൈ.